നാം കടന്നു ചെല്ലുകയാണ് ആ സദസ്സിലേക്ക്. ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ സിദ്ദീഖ്, സത്യത്തിന്റെ നായകനായ സിദ്ദീഖ്. ആ സിദ്ദീഖ് നടന്നു പോകുമ്പോൾ പറയുമായിരുന്നത്രേ, മരക്കൊമ്പ് കാണുമ്പോൾ, മരമേ നീ എത്ര ഭാഗ്യം ചെയ്ത മരമാണ്, നിന്നെപ്പോലെ ഞാനും ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വല്ല ഒട്ടകവും എന്നെ തിന്നങ്ങ് ഞാൻ അവസാനിച്ചു പോകുമല്ലോ, എനിക്ക് പിന്നെ വിചാരണ വേണ്ടല്ലോ, എനിക്ക് പിന്നെ മഹ്ശറയെ കുറിച്ച് ആലോചിക്കേണ്ടല്ലോ, നാളത്തെ ആഖിറത്തിലെ വിചാരണയെ കുറിച്ച് ഞാൻ എന്തിനാലോചിക്കണം, ഞാനൊരു മരക്കൊമ്പായി തീർന്നെങ്കിൽ മരമേ എന്ന് നടന്നു പോകുന്ന വഴിവക്കത്തുള്ള വൃക്ഷത്തെ നോക്കിക്കൊണ്ട് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈമാൻ, മഹ്ശറയുടെ വിചാരണയെ കുറിച്ചുണ്ടായിരുന്ന ഭയം എത്ര വലുതാണെന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം. എത്ര വലുതായിരുന്നു സിദ്ദീഖിന്റെ മനസ്സിൽ. സിദ്ദീഖ് ഒരു ദിവസം നടന്നു പോകുമ്പോഴെന്തത്രേ, മരക്കൊമ്പത്തിരുന്നിട്ടൊരു പക്ഷി പാട്ട് പാടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ആ പക്ഷിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്രേ, പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണ്, നിന്നെപ്പോലെ ഞാനും ഒരു കിളിയായിരുന്നെങ്കിൽ പാട്ടുപാടി മരത്തിൽ നിന്ന് മരത്തേക്ക് പറക്കാമായിരുന്നു, കണ്ണിൽ കണ്ടത് വല്ലതും കൊത്തിയെടുക്കാമായിരുന്നു, വിചാരണയെ കുറിച്ച് പേടിക്കേണ്ടതില്ല, ഖൈറേത് ശർറേത്, നന്മയേത് തിന്മയേത്, ഈ വക ചിന്തകളില്ലാതെ വിചാരണയെ കുറിച്ച് ഭയപ്പെടാതെ ആകാശത്തൂടെ ഇഷ്ടം പോലെ പാറിപ്പറക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലല്ലോ, മരണമുണ്ട്, അതിനുശേഷം വിചാരണയുണ്ട്, അതുകൊണ്ട് പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണെന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഇവരെ ഈ രൂപത്തിൽ ആക്കി തീർത്തത്? ആരാണ് ഈ അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുവന്നത്? ഈ തഖ്വ ആരാണ് കുത്തിവെച്ചത് അവരുടെ കൽബിൽ? ആ രാജകുമാരന്റെ തിരുസദസ്സിൽ നിന്ന് പഠിച്ചതാണിത്. ആ രാജകുമാരൻ നടത്തിയ പരിശീലനമാണിത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് കടന്നു നോക്കുക, ഫാറൂഖിന്റെ മഹത്വത്തിലേക്ക് കടന്നു ചെല്ലുക. സ്വർണത്തിന്റെ ഒരു സിംഹാസനം ഉണ്ടാകട്ടെ, മുഗീറയ്ക്ക് ഇരിക്കാൻ തോരണങ്ങൾ ഉണ്ടാകട്ടെ, പെൺകൊടിമാർ അണിചേരട്ടെ, പെഞ്ചാമരം വീശട്ടെ, വലിയ സ്വീകരണം നൽകട്ടെ, കരിമരുന്നിന്റെ പ്രയോഗം നടക്കട്ടെ, എല്ലാവരും അണിഞ്ഞൊരുങ്ങട്ടെ, കദീന പൊട്ടട്ടെ. മുഗീറ കടന്നു വരുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഗാംഭീര്യവും ഗമയുമെന്ന് ഉമർ ഫാറൂഖിന്റെ പ്രതിനിധി അറിയട്ടെ. എല്ലാവരും മുറ്റു നോക്കിക്കൊണ്ടിരിക്കെ മുഗീറ കടന്നു വരികയാണ്. ഉമർ ഫാറൂഖ് പറഞ്ഞയച്ച ദൂതൻ പേർഷ്യൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. ആ രാജകുമാരനെ പറ്റി മുഗീറ പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്കിടയിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു. ആദ്യമൊന്നും ആ റസൂല് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചില്ല. ഏകനായ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു, മദ്യപിക്കരുതേ എന്ന് പറഞ്ഞു, വ്യഭിചാരം അരുതേ എന്ന് പറഞ്ഞു, തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ഓമന പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടരുതേ എന്ന് പറഞ്ഞു, സക്കാത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞു, സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു, വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞു, നല്ല ജീവിതം, വെടുപ്പായ പെരുമാറ്റം, ഉന്നതമായ സംസ്കാരം ഈ രാജകുമാരനായ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു. ആദ്യമൊക്കെ ഞങ്ങൾ ആ പ്രവാചകനെ എതിർത്തു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ എതിർത്തു. പിന്നെ അള്ളാഹു ഞങ്ങളെ സത്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ആ പ്രവാചകന്റെ അനുയായികളായി മാറി. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്കിടയിൽ നിന്ന്, ഞങ്ങൾ അപരിഷ്കൃതരിൽ നിന്ന് ഒരു സംസ്കാരമുള്ള ഒരു ജനത ഉയരം കൊണ്ടിരിക്കുന്നു. പ്രസംഗിക്കുകയാണ്. എവിടെയാ പ്രസംഗിക്കുന്നത്? പേർഷ്യൻ കൊട്ടാരത്തിൽ. ഇന്നത്തെ അമേരിക്ക എങ്ങനെയാ? അങ്ങനെയായിരുന്നു അന്ന് പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ രാജാവിന്റെ മുഖത്ത് നോക്കിയാണ് ഈ സാധാരണക്കാരൻ ഒരു പരിപരുത്ത തുണിയും കുപ്പായി വിട്ടിട്ട് അരയിൽ വാളും തൂക്കി വന്നിട്ട് പ്രസംഗിക്കാണ്. എന്റെ ദീനിന്റെ ആദർശം ഇതാണ്. ആരാണ് ആ പ്രവാചകൻ? ആരാണ് ഞങ്ങളെ ഇതിനണിയിച്ചൊരുക്കിയത്? ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അതായിരുന്നു സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും മനസ്സിന്റെ സ്ഥിതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം ഹസൻ. അഹ്ലു ബൈത്തിന്റെ പരമ്പര. ഹസന് വഴിയും ഹുസൈന് വഴിയും അല്ലാഹു ഈ ലോകത്ത് നിലനിർത്തി. ആ രണ്ടാമരിൽ ഒന്നാമൻ ഹസനൈൻ, ഹസനും ഹുസൈനും. അതിൽ ഹസൻ ഒന്നാമത്തെ ആൾ. ഹസന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി കളിക്കാൻ. ഹസനും കുട്ടിയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികൾക്കിടയിൽ എന്തോ ഒരു കശപിശുണ്ടായപ്പോ ഫാത്തിമ ബീവിയുടെ മകൻ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ കുട്ടികളല്ലേ കളിച്ചോ പറഞ്ഞു. കശപിശുണ്ടായപ്പോ, എടാ നീയും നിന്റെ വാപ്പിയും എന്റെ പിതാമഹന്റെ ദാസന്മാരല്ലേ എന്ന് പറഞ്ഞു.
നീയും നിന്റെ ബാപ്പയും എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ബാപ്പയായ ഉമറും എന്റെ പിതാമഹന്റെ എന്റെ ഉമ്മാന്റെ അപ്പാന്റെ ദാസന്മാരല്ലടാ എന്ന് ചോദിച്ചു. കുട്ടി തമാശക്ക് പറഞ്ഞതാണ്. വിവരം പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണേ. രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മകനും ദാസന്മാരാണ്, എന്റെ വല്യാപ്പാന്റെ ദാസന്മാരാണ്. എന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉപ്പയാണ് ആകാശഭൂമികളുടെ നായകനായ അല്ലാഹുവിന്റെ ദൂതനായ ആകാശഭൂമികൾ പടക്കപ്പെടാൻ കാരണഭൂതരായ മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ يمشي على قدمي محمد زينة دنيا وبهجتها محمد كاشف الأمات والظلم. നബിയുടെ ദാസന്മാരാണ്. നീ മാത്രല്ല, നിന്റെ വാപ്പയായ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, ആക്ഷേപം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കുട്ടികൾക്കിടയിൽ, അത് തീർക്കണം. അലി റളിയല്ലാഹു അൻഹു തന്റെ മകനായ ഹസനെ വിളിക്കുന്നു, ഹസനെ എവിടെ വാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, നീ ഇങ്ങനെ പറഞ്ഞോ? ആ, ഞാനങ്ങനെ കളിച്ചപ്പോ പറഞ്ഞു, ശരിയാ പറഞ്ഞു പോയിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാരില്ല, കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുട്ടിയെ വിളിച്ചിട്ട്, മോനെ, ഹസനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കുട്ടിയാ പറഞ്ഞ കാര്യം കടലാസിൽ എഴുതുമെന്ന് ചോദിച്ചു. കുട്ടിയാ പറഞ്ഞ കാര്യം ഒരു കടലാസിൽ എഴുതുമോ? നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ്, അതൊരു കടലാസിൽ എഴുതി തരുമോ? കടലാസിൽ എഴുതി തരുമോ? ആളുകൾ കൂടിയ സദസ്സിൽ വെച്ചിട്ട് രാജ്യം ഭരിക്കുന്ന ഖലീഫ ഈ കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു കടലാസിൽ എഴുതി കൊടുത്തു. എന്തിനാണെന്നറിയില്ല, ഖലീഫല്ലേ എഴുതാൻ പറഞ്ഞിരിക്കണു, എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് ആളുകൾ മുഴുവൻ മദീനയിലെ മസ്ജിദിൽ തടിച്ചുകൂടിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ വരുവിൻ, ജനങ്ങളെ വരുവിൻ, എല്ലാവരും എന്റെ മുമ്പിൽ വന്നിരിക്കുവിൻ. സഹാബത്ത് മുഴുവൻ മസ്ജിദിൽ വന്നിട്ട് കൂടിയിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ പിറകെയുള്ള സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തെന്നറിയുമോ? നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ്. ഇത് എഴുതിയതാണെന്നറിയുമോ? റസൂലിന്റെ മകളുടെ മകനായ ഹസനാണ്. അതുകൊണ്ട് ജനങ്ങളെ, നാളെ ആഖിറത്തിൽ ഈ കടലാസിൽ എഴുതിയതിന് നിങ്ങൾ സാക്ഷി നിൽക്കണേ. ജനങ്ങളെ, ഇങ്ങനെയായിരുന്നു സത്യമെന്ന് നിങ്ങൾ മഹ്ശറയിൽ വിളിച്ചു പറയണേ. ഞാൻ റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ഞാനൊരു അടിമ മാത്രമായിരുന്നു, ഞാൻ മറ്റൊന്നുമല്ല. ഈ കുഞ്ഞുമോൻ എഴുതിയത് ഇത് വെറും കുട്ടികൾക്കിടയിലെ കളിതമാശക്കിടയിൽ പറഞ്ഞതല്ല. നാളെ എന്നെ വിചാരണക്കായിട്ട് മഹ്ശറയിൽ അല്ലാഹു കൊണ്ടുവരുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നിട്ട് സാക്ഷി പറയണേ റബ്ബേ, ഈ ഉമർ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ഭൃത്യനായിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വേലക്കാരനായിരുന്നു ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ വിധി പറയണേ. എന്തായിരിക്കണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ബഹുമാനം? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? എങ്ങനെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് കണക്കാക്കിയത്? എന്റെ സഹോദരന്മാരെ, നമ്മൾ ശരിക്കാ വിഷയത്തെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് ഹബീബായ നബിക്ക് സലാം ചൊല്ലാം. ഈ പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയ നബിയെ അങ്ങേക്ക് സലാം. പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയോരുടെ മേലിൽ സലാം. സലാം ഉസ് पर के जिसने बादशाही में फकीरी के, ഭരിക്കാനും രാജാവാകാനും അവസരം കിട്ടിയപ്പോഴും ഫക്കീറായി ജീവിച്ചതാരോ അവിടത്തിന്റെ മേൽ ഞങ്ങളുടെ സലാം. ഭരിക്കാൻ അവസരം കിട്ടി, രാജ്യം ഭരിച്ചു, വലിയ വലിയ സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന രാജാക്കന്മാർ നേടിയതിനേക്കാൾ വലിയ സ്ഥാനം ലഭിച്ചു. എന്നിട്ടും ഫക്കീറായിട്ടാണ് ജീവിച്ചതെങ്കിൽ ആ നബിയുടെ മേലിലും എന്റെ സലാം. ചീത്ത കേട്ടപ്പോഴും പുഞ്ചിരിച്ചോരെ അങ്ങേക്ക് സലാം. ജിസ്നെ ഗാലിയാ ഖാകർ ദുആയേ ദേ, മറ്റുള്ളവർ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞവന് മാലയിട്ട് കൊടുത്ത നബിയെ അങ്ങേക്ക് സലാം.
സലാം. ആക്ഷേപിച്ചവന് മാലയിട്ട് കൊടുത്തോരെ അങ്ങേക്ക് സലാം. ഫാത്തിമ ബീവി ഒരു ദിവസം സ്വർണത്തിന്റെ ഒരു വളയിട്ടത്രേ. നബി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത് കാണാനുള്ള സന്തോഷത്തിൽ മദീന മുഴുവൻ ആനന്ദത്തിലാണ്, ആനന്ദത്തിൽ ആറാടുകയാണ്. എല്ലാ പൂർണ്ണചന്ദ്രന്മാരെയും അസ്തമിപ്പിച്ചു കളഞ്ഞ പൂർണ്ണമായ പൂർണ്ണചന്ദ്രൻ എന്ന് മദീനക്കാർ പാടി പുകഴ്ത്തിയ നബി തിരുമേനി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിൽ ആനന്ദത്തിന്റെ ആഘോഷമാണ്. അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഫാത്തിമ ബീവി ഒരു വളയിട്ടു, ഒരു ചെറിയ സ്വർണത്തിന്റെ വളയിട്ടു. നബി തിരുമേനി ഓടിയെത്തി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. മദീനയുടെ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് മോളെ ഫാത്തിമ, സ്നേഹത്തിന്റെ ആ വിളി മുഴങ്ങി. എവിടെയായാലും പോയി വന്നാൽ ആദ്യം ഫാത്തിമയുടെ മൊഴി കേൾക്കണം, ആദ്യം ഫാത്തിമയെ ഒരു നോക്ക് കാണണം, ഫാത്തിമയെ തലോടണം. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എടീ മോളെ നീയാണ് ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വീട്ടിൽ മകളെ കാണാൻ ചെന്നപ്പോൾ സന്തോഷത്തോടെ ദിവസങ്ങൾക്ക് ശേഷം മകളെ കാണാനുള്ള ആനന്ദത്തോടെ മകളുടെ നേരെ നോക്കിയപ്പോൾ അതാ മുഖം വാടി, അതാ മുഖം കുനിഞ്ഞുപോയി. ഫാത്തിമ ബീവി ചോദിച്ചു, എന്ത് പറ്റി അങ്ങേക്ക് എന്റെ പിതാവേ? അല്ലാഹുവിന്റെ റസൂലായി വന്ന എന്റെ പിതാവേ, മിറാജിന്റെ രാവിൽ റബ്ബിനെ കണ്ടു വന്ന ബാപ്പാക്ക് മകളാകാൻ ഭാഗ്യമുണ്ടായ ഫാത്തിമ, അള്ളാനെ കണ്ടുവന്ന പിതാവിന്റെ രക്തത്തിൽ ജനിച്ച ഫാത്തിമ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സംഭാഷണം നടത്തിയ മഹാനായകന്റെ മകളായി പിറന്ന ഫാത്തിമ, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച ശരീരത്തിൽ നിന്ന് ജന്മം കൊണ്ട ഫാത്തിമ. ആ ഫാത്തിമ ചോദിച്ചു, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങെന്തേ എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ട് പിന്നെ എന്തേ മുഖം വാടിപ്പോയത്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? അതൊരു ചെറിയ വളയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് വരുന്ന സന്തോഷം ആഘോഷിക്കാനാണ് പിതാവേ. മോളെ ഫാത്തിമ, സന്തോഷം ആഖിറത്തിലെ സന്തോഷം മതിയോ അതോ ദുനിയാവിലെ സന്തോഷമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ആഘോഷമാണോ അവിടുത്തെ സന്തോഷമാണോ വലുത് ഫാത്തിമ? അതുകൊണ്ട് ഊരിക്കളയടി ഫാത്തിമ. എന്റെ മകളായിരിക്കാൻ ഭാഗ്യമുണ്ടായത് നീ ജീവിതത്തിൽ അഭിമാനത്തോടെ കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഊരടി മോളെ ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടിട്ട് ഫാറൂഖ് വരണം. ഒരു ദിവസം രാവിലെ ഫാറൂഖ് കടന്നു വന്നപ്പോൾ നബിയെ കാണാനുള്ള സന്തോഷത്തോടെ ഓടിയണഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാറൂഖിന്റെ കണ്ണിൽ പെട്ടത് അവിടുത്തെ പുണ്യമേനിയിലെ ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകളാണ്. ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഉമറിന് കണ്ണീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ മുമ്പിലും പതറാത്ത ഉമറിന് പതറാതിരിക്കാനായില്ല. ഗദ്ഗദ കണ്ഠനായി അടുപ്പത്ത് വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഉമറിനോട് റസൂല് ചോദിച്ചു, ഉമറേ എന്തു പറ്റി ഇത്ര വലിയ സങ്കടത്തിന്? ഉമർ പറഞ്ഞു, കൈസറും കിസ്റയുടെ പട്ടിന്റെ കൊട്ടാരത്തിൽ നിദ്ര കൊള്ളുന്നു നബിയെ. നിങ്ങൾക്ക് ഈത്തപ്പനയിലെ ഓലയിൽ ഉറങ്ങാനാണല്ലോ വിധി. അങ്ങ് അവരെക്കാൾ മഹാനല്ല നബിയെ. കിസ്റയുടെ കൈസറിന്റെ കൊട്ടാരങ്ങളിൽ അവർ നിദ്ര കൊള്ളുന്നു. പേർഷ്യൻ രാജാവ് അങ്ങനെ തന്നെയാണ്, റോമൻ രാജാവ്. അങ്ങെന്തുകൊണ്ട് നബിയെ ഇതിൽ നിദ്ര കൊള്ളുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകൾ ചുവന്നു തുടുത്ത ശരീരത്തിൽ വീണ പാടുകളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ കാർമേഘത്തിനിടയിലൂടെ വെയിലറിച്ചുവത്രേ, മഴക്കടയിലൂടെ സൂര്യൻ നോക്കിയത്രേ, ദുഃഖത്തിനിടയിലൂടെ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ, മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ. മഴക്കടയിലൂടെ സൂര്യൻ നോക്കിയത്രേ, ദുഃഖത്തിനിടയിലൂടെ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ, മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ, ഹൃദയങ്ങൾക്ക് കുളിരായത്രേ, ഉമറിന്റെ കണ്ണീര് അടങ്ങിപ്പോയത്രേ. ഉമറെ ആ ചുമലിൽ പിടിച്ചുകൊണ്ട് നായകൻ പറയുകയാണ്, കിസ്റക്കും കൈസർക്കും പട്ടുമെത്ത ദുനിയാവില് മാത്രമാണ്, അവർക്ക് ആഖിറത്തിലൊന്നുമില്ല ഉമറെ. ആഖിറത്തിലെ ഭാഗ്യം എനിക്കുള്ളതാണ് ഉമറെ. അവിടെ മെത്ത എനിക്കാണ് ഉമറെ, അവിടെ സ്വർണം എനിക്കാണ് ഉമറെ, അവിടെ പട്ടന്റെതാണ് ഉമറെ. അത് കണ്ടാൽ നിന്റെ കണ്ണീരടങ്ങുമോ ഉമറേ എന്ന് ചോദിക്കേണ്ട താമസം ഫാറൂഖിന്റെ കണ്ണുകൾ കരഞ്ഞുപോയി. അത് സന്തോഷത്തിന്റെ കണ്ണുനീര്, അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, അത് ആനന്ദത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം